കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് വാട്സപ്പിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വാട്സപ്പിൻ്റെ ഏറ്റവും വലിയൊരു വിവാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സെർവർ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അഡ്മിനോ മറ്റ് മെമ്പേഴ്സോ അറിയാതെ കയറി പറ്റാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു ന്യൂസ് ഇപ്പോൾ പരക്കുന്നുണ്ട്. ഫേസ്ബുക്കിൻ്റെ സെക്യൂരിറ്റി വിഭാഗത്തു നിന്നും അതിൻ്റെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഇപ്പോൾ അതിനെ തടയുന്ന രീതിയിൽ വാട്സപ്പിൻ്റെ യഥാർത്ഥ സംഭവം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു നിലപാട് വ്യക്തമാക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോണത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങനെ മെമ്പേഴ്സ് ആരും അറിയാതെ ആർക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിപ്പറ്റാൻ വേണ്ടി സാധിക്കില്ല. വാട്സപ്പ് ഗ്രൂപ്പുകളെ മേൽനോട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി പറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിന്റെ സ്റ്റാഫ് ആയിരിക്കണം, അതുമല്ലെങ്കിൽ അതിവിദഗ്ധരായ ഹാക്കേഴ്സ് ആയിരിക്കണം. ഈ 3 പേർക്ക് മാത്രമാണ് വാട്സപ്പിന്റെ സെർവേഴ്സ് സാധാരണഗതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക. ഇഫ് സപ്പോസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇതേപോലെ ഒരു വ്യക്തി കടന്നു വരികയാണ്, അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള കുറേ വഴികൾ ഓൾറെഡി നിലവിലുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരാൾ പുതിയതായിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം അനധികൃതമായി വന്നാലും അഡ്മിൻ ആഡ് ചെയ്തതാണെങ്കിലും അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ പുതിയ ആൾ വന്നു, പുതിയൊരു മെമ്പർഷിപ്പ് അല്ലെങ്കിൽ പുതിയൊരു അഡ്മിഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വരുന്ന പോലെയുള്ള മെസ്സേജ് ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പോവും എന്നാണ് പറയുന്നത്. പിന്നെയുള്ള രണ്ടാമത്തെ കാര്യം, നമ്മൾ അയക്കുന്ന മെസ്സേജസ് ആരൊക്കെ കണ്ടു എന്നുള്ളത് അറിയാനുള്ള ഒന്നിലധികം വഴികൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ട്. ഇപ്പം നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ഒരാൾ വന്നിട്ടുണ്ട്, ഇങ്ങനെ അനധികൃതമായിട്ടാണ്, നമ്മൾ അറിയാണ്ട് ഒരാൾ ഒളിച്ചു കടന്നു എന്നുണ്ടെങ്കിൽ പോലും അയാൾ വരുന്ന വരെയുള്ള മെസ്സേജസ് അയാൾക്ക് കാണാനും വായിക്കാനും സാധിക്കില്ല. കാരണം മെസ്സേജസ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഫോമിലാണുള്ളത്. അത് ഓപ്പൺ ചെയ്ത് വായിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കീസ് ഇങ്ങനെ കടന്നു വരുന്ന ആളുടെ കയ്യിൽ ഉണ്ടാവണം. അത് ഉണ്ടാവാത്തത് കൊണ്ട് അയാൾക്ക് അതിന് മുന്നേ ഉള്ള മെസ്സേജസ് വായിക്കാൻ വേണ്ടി സാധിക്കില്ല. അയാൾ വന്ന ശേഷമുള്ള മെസ്സേജസെ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഇങ്ങനെ ഒരു വിശദീകരണമാണ് വാട്സപ്പിൻ്റെ പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് അധികാരികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് അഡ്മിന് കൂടുതൽ പവേഴ്സ് നൽകുന്നു എന്നിപ്പോൾ പറയുന്നുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. വാട്സപ്പിൻ്റെ സുരക്ഷ ഒന്നുകൂടി ഉറപ്പുവരുത്താനും അതുപോലെ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യം കുറച്ചുകൂടി ചുമതലയോടെ ചെയ്യാനും വേണ്ടിയിട്ട് വാട്സപ്പിൽ ഒന്നിലധികം മെമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം അഡ്മിൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു അഡ്മിൻ തെറ്റായ രീതിയിലാണുള്ളത്, അദ്ദേഹത്തെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാതെ അദ്ദേഹത്തിൻ്റെ അഡ്മിൻ പവർ എടുത്തു കളയുന്ന ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വാട്സപ്പിൻ്റെ ബീറ്റ വേർഷനിലാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താമസിയാതെ വാട്സപ്പിൻ്റെ എല്ലാത്തിലേക്കും വരും എന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. iOS-ലും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺസിലും ഈ ഒരു ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അഡ്മിൻ അദ്ദേഹത്തിൻ്റെ അഡ്മിൻ പവർ ദുരുപയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കാതെ അഡ്മിൻ പവേഴ്സ് തിരിച്ചെടുക്കാം. ഗ്രൂപ്പ് ഇൻഫർമേഷൻ സെക്ഷനിൽ ഡിസ്മിസ് എ അഡ്മിൻ എന്നുള്ള ഫീച്ചറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ ന്യൂസ് ഫീഡിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. ഉപയോക്താക്കൾക്ക് പ്രിയപ്പെട്ടവർക്കും വേണ്ടിയുള്ള ന്യൂസ് ഫീഡായിട്ട് ഇനി മാറാൻ പോവാണ്. FBയിൽ മികച്ച സ്പെൻഡിങ് ടൈം ഉണ്ടാക്കണമെന്നുള്ളതാണ് അത്രേ ഇതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം. ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ ബിസിനസ് സെഷൻ അല്ലെങ്കിൽ ന്യൂസ് സെക്ഷൻ, അതുപോലെ നമ്മളുമായിട്ട് പേഴ്സണലി കണക്റ്റ് അല്ലാത്ത രീതിയിൽ പല ആഡുകൾ, ബ്രാൻഡ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഫേസ്ബുക്ക് ന്യൂസ് ഫീഡിൽ കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ഇനി അത് മാറ്റിയിട്ട് ന്യൂസ് ഫീഡ് കുറച്ചുകൂടി പേഴ്സണലൈസ് ചെയ്തിട്ട് എന്താണോ ഇപ്പോൾ എൻ്റെ ന്യൂസ് ഫീഡിൽ, എൻ്റെ ഫേസ്ബുക്കിൻ്റെ ആ ഒരു ടൈം ലൈൻ ന്യൂസ് ഫീഡ്, ആ ഒരു സെഷനിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ആ ഒരു ലെവലിലേക്ക് കുറച്ചുകൂടി പേഴ്സണൽ ടച്ച് കൊണ്ടുവരാനും വാല്യൂബിൾ സ്പെൻഡിങ് ടൈം ഉപഭോക്താക്കൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് ആണത്ര ന്യൂസ് ഫീഡിൽ ഫേസ്ബുക്ക് ഇനി മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസ് അല്ലേ ഫേസ്ബുക്കിലുള്ളത്, വീഡിയോസിനേക്കാളും ലൈവിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അത്രേ. അപ്പോൾ ഇതാണ് ഫേസ്ബുക്കിൽ നിന്നും വാട്സപ്പിൽ നിന്നും ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസസ്. കൂടുതൽ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നു എന്ന് വാട്സപ്പും അറിയിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു ന്യൂസിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ടിൽ ദെൻ ബൈ.